ഹായ് ഗൈസ്, ഇന്ന് ഞാൻ വന്നേക്കുന്നത് നമ്മുടെ ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയൊരു ഷോപ്പിംഗ് സെന്ററിലേക്കാണ്. അതായത് ഷോപ്പിംഗ് സെന്ററിന്റെ പേര് ചാഡ്സ്റ്റൺ എന്നാണ്. ഇത് ഇന്റർനാഷണലി എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇവിടെ നമ്മൾ പുറത്തുനിന്ന് വരുന്ന ഏത് രാജ്യക്കാരും വന്നിറങ്ങുന്ന ഒരു ഷോപ്പിംഗ് സെന്ററാണ് ഈ കാണുന്നത്. അപ്പം ഇതിന്റെ കാഴ്ചകളും ബാക്കിയുള്ള കാര്യങ്ങളുമാണ് നിങ്ങളെ കാണിക്കുന്നത്. അപ്പം നമുക്ക് പോകാം. ഓക്കെ. കണ്ടില്ലേ, ഇവിടെ മൊത്തം ഇന്റർനാഷണൽ ബേസ്ഡ് ബ്രാൻഡഡ് ഐറ്റംസ് മാത്രമേ നമുക്ക് ഇവിടെ വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ. കാരണം അതുപോലുള്ള ഷോപ്സും കാര്യങ്ങളും ഒക്കെയാണ്. വെരി എക്സ്പെൻസീവ് ആണ് ഇവിടുത്തെ ഓരോ സാധനങ്ങളും. മറ്റ് ഷോപ്പ് പോലെ ഉള്ള കാര്യങ്ങളൊന്നും അല്ല. ഇവിടെ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ ഉള്ള ഷോപ്പിംഗ് സെന്ററുകളും കാര്യങ്ങളുമാണ് നമുക്ക് ഇവിടെ കാണാനും വാങ്ങിക്കാനും ഒക്കെ കഴിയുന്നത്. ഇന്നിവിടെ തിങ്കളാഴ്ച ആയതുകൊണ്ട് ഇപ്പം സാധാരണ ഇവിടെ ഭയങ്കര തിരക്കുള്ള സമയങ്ങളൊക്കെയാണ്. പക്ഷെ തിങ്കളാഴ്ച ആയതുകൊണ്ട് ഇപ്പോൾ വലിയ തിരക്കൊന്നുമില്ല. ഇപ്പോൾ ഞാൻ ഇറങ്ങിയത് ഇപ്പോൾ ഉച്ച സമയമാണ്. വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേന് ഭയങ്കര തിരക്കായിരിക്കും. ഇപ്പോൾ ഇവിടുത്തെ സ്കൂളുകളൊക്കെ ഓപ്പണായി. $250 ഞാൻ ഇതിനെ നോക്കിയാൽ $250 ബോസിൻ്റെ ഒരു ടീഷർട്ട്. ഒത്തിരി ഐറ്റംസ് ഇവിടെ ഇരിപ്പുണ്ട്. ഓക്കെ, നമുക്ക് ഇറങ്ങാം. ഇവിടെ നിന്ന് ഇറങ്ങാം. ഓക്കെ, ഇനി അടുത്ത ഷോപ്പിലേക്ക് ഇറങ്ങുന്നുണ്ടോ? പൊളിയിരിക്കുന്നുണ്ടല്ലേ? ഹലോ. ഐഫോൺ ആപ്പിൾ സ്റ്റോറാണ്, അതുകൊണ്ടാണ് കാണുന്നത്. കണ്ടില്ലേ? നമ്മൾ ആപ്പിൾ സ്റ്റോറിൻ്റെ അവിടോട്ട് പോകാം. ഓക്കെ. താഴത്തെ നിലയാണ്. കണ്ടില്ലേ? JB Hi-Fi എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇലക്ട്രോണിക്സും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പാണ്. അതെല്ലായിടത്തും ഉള്ളതാണ് JB Hi-Fi.
ഡയമണ്ട്സും അങ്ങനെയൊക്കെയുള്ള ഐറ്റംസൊക്കെ. ഇവിടെ ഓസ്ട്രേലിയയിൽ ഏറ്റവും കൂടുതൽ സ്വർണത്തിൻ്റെ മാക്സിമം ക്യാരറ്റ് 19 ക്യാരറ്റ് സ്വർണ്ണം. ഇവിടെ സ്വർണ്ണമല്ല ഇവിടെ എല്ലാവരും യൂസ് ചെയ്യുന്നത്, ഇവിടെ ഡയമണ്ടാണ്. ഡയമണ്ടൊക്കെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഇവിടുത്തെ ആളുകൾ ചൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഡയമണ്ട് ഷോപ്സാണ് ഇവിടെ മൊത്തം നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്വർണം നമ്മൾ ഗോൾഡിന് വേണ്ടി നമ്മൾ കയറിയാലും അവർ അതിനകത്ത് നമ്മൾ കാണാൻ സാധിക്കുന്നത് മാക്സിമം 19 ക്യാരറ്റിൻ്റെ ഗോൾഡ് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. പിന്നെ ഇപ്പോൾ സിഡ്നിയിൽ നമ്മുടെ മലബാർ ഗോൾഡ് ഡയമണ്ട് ഒരു ഷോപ്പ് വന്നിട്ടുണ്ടെന്ന് കഴിഞ്ഞ ഇടയ്ക്കെങ്ങാണ്ട് ഞാനിങ്ങനെ അറിഞ്ഞു. അതാണ് നമ്മുടെ ഓസ്ട്രേലിയയിലുള്ള ആദ്യത്തെ ഒരു ഗോൾഡ്. പറയേണ്ട ഈ ആവശ്യമില്ല. ബ്രാൻഡഡ് ഐറ്റംസ് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. എത്രയാണ് അതിൻ്റെ എക്സ്പെൻസ് നമുക്ക് ജസ്റ്റ് ഒന്ന് കയറും. ഓക്കെ, വാവ്. No thanks, this available. Thank you very much. അത് ചോദിച്ചായിരുന്നു എന്നോട്. ഞാൻ ഷോപ്പിൽ കയറിയപ്പം എന്നോട് ചോദിക്കുന്നത് എന്തെങ്കിലും ഹെൽപ്പ് വേണോ എന്നുള്ളത്. ഇവിടുത്തെ കസ്റ്റമർ ഭയങ്കര, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളാണ് ഇവിടുത്തെ കസ്റ്റമർ സർവീസ്. നമ്മുടെ ഇന്ത്യയിലെയുമായിട്ടുള്ള ഒത്തിരി ഡിഫറൻസ് എനിക്ക് ഇവിടെ നിന്ന് തോന്നിയിട്ടുണ്ട്. കണ്ടില്ലേ, $149 ഈ ജാക്കറ്റിന്. ടോമി ഹിൽഫിഗറിൻ്റെ ഇങ്ങനെ ടീഷർട്ട്സ് ഉണ്ട്. സൂപ്പർ, ഇതുണ്ടല്ലേ. ടീഷർട്ട് വിത്ത് ജാക്കറ്റും കൂടെ ഉള്ളതാണ്. ഇപ്പോൾ ഇവിടെ തണുപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഓരോ സീസൺ അനുസരിച്ച് അവർ മാറ്റിക്കൊണ്ടിരിക്കും. തണുപ്പ് തുടങ്ങുന്നതിന് ഒരു മാസം മുമ്പേ എല്ലാ ഷോപ്പിലും സാധനങ്ങളിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. ഇതിൻ്റെ വില ഞാൻ നോക്കിക്കോട്ടെ. ഇത് $229 ഇതിൻ്റെ വില. ഇത് കണ്ടില്ല, കുടി. വാവ്, സൂപ്പർ ബാഗ്. അതിന് $229 കാണിക്കുന്നത്. ഇത് മൊത്തം ടോമി ഹിൽഫിഗറിൻ്റെ മാത്രം ഐറ്റംസ് ഉള്ള. വാവ്, സൂപ്പർ. ഇത് എനിക്ക് ടോമി ഹിൽഫിഗറിൻ്റെ എനിക്കിഷ്ടമുള്ള ഒരു ജാക്കറ്റാണത്. നല്ല രസമാണ് അല്ലേ? എനിക്ക് ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. ഓക്കെ, ബാഗ് ഉണ്ട്. സോറി, ഈ ബാഗ് ഒന്ന് നോക്കട്ടെ. ടോമി ഹിൽഫിഗറിൻ്റെ ബാഗ് $168 ഇന്നത്തെ കാണിക്കുന്ന പ്രൈസ്. അതായത് ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും പ്രൈസ് ഡിഫറെൻ്റ് ആണ്. അതായത് ഓസ്ട്രേലിയയിലെ പ്രൈസ് എന്ന് പറയുന്നത് 169, ന്യൂസിലൻഡിലാണെങ്കിൽ 188 കാണിക്കുന്നു. വാവ്, ഇതെല്ലാം എൻ്റെ ഫേവറേറ്റ് ഐറ്റംസ് ഒക്കെയാണ്. ഈ ബാഗ്സ്, ക്യാപ്പ്, കയ്യിൽ കെട്ടുന്ന ബ്രേസ്ലെറ്റ്സ്, നമ്മുടെ ലെതറിൻ്റെ ബ്രേസ്ലെറ്റ്സ്, ഇതെല്ലാം എൻ്റെ ഒരു കളക്ഷൻ്റെ ഒരു പാർട്ടാണ്. കണ്ടില്ലേ?
ഭയങ്കര വില. Our hearts beat to the city streets. We began to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young and it's just begun as she puts her hand in mine. We wanna chase the night, wanna dance to the light, pull the stars from the sky, just two hearts running wild. Never sleep, never stop, as we shout from the top. We're gonna be two hearts running wild. Now the morning is the afternoon. We lay awake in bed. The laughs so loud as the hours pass. We're gonna do it all again. We wanna chase the night, wanna dance to the light, pull the stars from the sky, just two hearts running wild. Never sleep, never stop, as we shout from the top. We're gonna be, we're gonna be two hearts running wild. The moonlight, summer sky, it was the best we ever had. And we'll stay young forever. We'll never have regrets. We wanna chase the night, wanna dance to the light, pull the stars from the sky, just two hearts running wild. Never sleep, never stop, as we shout from the top. We're gonna be two hearts running wild. We're gonna be, we're gonna be two hearts running wild. ഉണ്ടാക്കിയിട്ടുള്ള പല ഐറ്റംസുമാണ്. കണ്ടില്ലേ, നമുക്ക് ട്രൈ ചെയ്യാം. കണ്ടില്ലേ, ട്രൈ മീ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഇട്ടിട്ടുള്ളതാണ്. കൗണ്ടറിലൊക്കെ നിൽക്കുന്ന ആൾക്കാർ എന്ത് നല്ല ഇതാണെന്നറിയില്ല. കണ്ടില്ലേ, ഓക്കെ, ലെറ്റ്സ് മൂവ്. ഇനി നമുക്ക് H&Mലോട്ട് പോകാം. ഓക്കെ, എനിക്ക് അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. അപ്പം H&Mലോട്ടൊന്ന് പോയി നോക്കാം. ഓക്കെ, സാറ അറിയത്തില്ലേ, ഇതേണ്ട ഇവിടെ ഒരു സാറയുടെ ഷോപ്പുണ്ട്. നമ്മുടെ ലാൽവലക്സ് പറയുന്നല്ലേ, നീ എന്തിനാടി സാറയുടെ വല്ലവരുടെയും ഡ്രസ്സ് മേടിച്ചിടുന്നതെന്ന് പറയുന്നല്ലേ. അത് ഫുഡ് കോർട്ടാണ്. ഫുഡിൻ്റെ ഐറ്റംസ് എല്ലാം കിട്ടുന്ന ഏരിയ കണ്ടല്ലേ. ആളുകളെല്ലാവരും കഴിക്കാനും സൊറ പറയാനും ഒക്കെ ഇരിക്കുന്ന ഏരിയയാണ്. നമ്മുടെ ലുലുമാള് പോലത്തെ ഒരു ഇത്. എൻ്റെ ഒരു
എൻ്റെ ഒരു ഫ്രണ്ടാന്ന് തോന്നുന്നു കേട്ടോ, എന്നോട് ആരാണ്ട് പറഞ്ഞത്, നമ്മുടെ ഗൾഫിൽ നിന്ന് വരുന്ന ഒരാൾ പറഞ്ഞതാണേ. അതായത് ഓസ്ട്രേലിയ വന്നു കഴിഞ്ഞാൽ ഷോപ്പിംഗ് മാളില്ല, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ കേട്ടു. അത് തെറ്റാ കേട്ടോ. ഇവിടെ ഓസ്ട്രേലിയ വന്നാൽ നമുക്ക് എല്ലാം ഉണ്ട്, എല്ലാം കിട്ടും. ഈവൻ നമ്മുടെ കുറച്ച് ഗൾഫിലെ കമ്പയർ ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറച്ച് കേരള ഫുഡ്സൊക്കെ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഇച്ചിരി ലിമിറ്റഡ് ആണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ കൂടുതലും നോർത്ത് ഇന്ത്യൻസ് ആണ് വരുന്നത്. അപ്പം നോർത്ത് ഇന്ത്യൻസ് അവർ റെസ്റ്റോറൻറ്റിൽ ഇപ്പം നോർത്ത് ഇന്ത്യൻ ഫുഡായിരിക്കും ഏറ്റവും കൂടുതൽ നമുക്ക് കഴിക്കാൻ പറ്റുന്നത്. അപ്പം കേരള റെസ്റ്റോറൻ്റ് ഉണ്ട്, ഞാൻ പറഞ്ഞില്ലേ. ഇപ്പോൾ കേരള നമ്മുടെ ആൾക്കാർ ഇവിടെ വന്നിട്ട് കൂടുതലും ഒത്തിരി ഒന്നും കേരള ഫുഡ്സ് ഒന്നും അവർ റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കത്തില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഷോപ്പിംഗ് സെൻറ്റർ ഇഷ്ടം പോലെ ഉണ്ട്, നമുക്ക് ഏത് തരത്തിൽ ഡ്രസ്സ് വേണേലും ഉണ്ട്. പിന്നെ കോസ്റ്റ്ലി ആണെന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. കണ്ടില്ലേ, ഇത് വേറൊരു ബ്രാൻഡഡ് ഐറ്റംസ്. നമുക്കൊന്ന് അകത്തോട്ട് കയറാം. ഓക്കെ, ഒരു ചൈന ബേസ്ഡ് ഒരു ഷോപ്പാണെന്ന് തോന്നുന്നു. വളരെ ചീപ്പ് എല്ലാ ഐറ്റംസിനും കേട്ടോ, കുഴപ്പമില്ല കേട്ടോ. കണ്ടല്ലേ, ഇതെല്ലാം ഡ്രസ്സുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. വളരെ ചീപ്പായിട്ട് എല്ലാ ഐറ്റംസും കിട്ടും. ഫസ്റ്റ് ടൈമിലാണ് ഇവിടെ വരുന്നത് കേട്ടോ. കൊള്ളാം കേട്ടോ. ജാക്കറ്റും മറ്റേ ടവൽസും എല്ലാം ഉണ്ട് കേട്ടോ. എനിക്ക് കണ്ടില്ല. ഇതാണ് നമ്മുടെ കടയുടെ പേര്. അവരുടെ തന്നെ ബ്രാൻഡിലെ ഡ്രസ്സുകളാണ്. കണ്ടില്ലേ, യൂണിക്ലോ വളരെ ചീപ്പായി എല്ലാ ഐറ്റംസിനും കേട്ടോ. $29, അതായത് $30 ഇവിടെ എല്ലാത്തിനും. നമുക്ക് ഞാനിവിടെ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഒന്നും ഡ്രസ്സുകളൊന്നും വാങ്ങിച്ചിട്ടില്ല ഇതുവരെയായിട്ടും. നമ്മുടെ നാട്ടിലുണ്ടോയെന്നും എനിക്കറിയത്തില്ല കേട്ടോ. കണ്ടല്ലേ, ടീഷർട്ട്സ് എല്ലാം ഉണ്ട്. ഈ യൂണിക്ലോ എന്ന് പറഞ്ഞ ഈ ഷോപ്പില് ഇന്ത്യൻ്റെ സാധനങ്ങളുണ്ട്, ചൈനയുടെ സാധനങ്ങളുണ്ട്, ബംഗ്ലാദേശിൻ്റെ സാധനങ്ങളുണ്ട്, പിന്നെന്താ ഞാനിപ്പോൾ ഇവിടെ കണ്ടു. അങ്ങനെ പല രാജ്യക്കാരുടെ സാധനങ്ങളുണ്ട് കേട്ടോ. പക്ഷെ ഏറ്റവും കൂടുതൽ ചൈനയും ഇന്ത്യയാണ് ഇവിടെ കാണിക്കുന്നത്. ചൈന, ഇന്ത്യ. ഓക്കെ, അപ്പം ഇതാണ് കണ്ടല്ലേ, ഇതാണ് ഷോപ്പ് കണ്ടല്ലേ. ഇതിപ്പോൾ മെൻസ് സെക്ഷനിലാണ്. മെൻസ് സെക്ഷൻ ഇവിടെ മൊത്തം റൗണ്ട് നെക്ക് ടീഷർട്ട്സ്, പഫി ജാക്കറ്റ്, പിന്നെ അങ്ങനെയുള്ള തണുപ്പിനിടാൻ പറ്റുന്ന എല്ലാ ടൈപ്പ് ഡ്രസ്സുകളുമാണ് ഇപ്പോൾ അവർ സ്റ്റോക്ക് ചെയ്തിട്ടിരിക്കുന്നത്. ഓക്കെ, കൊള്ളാം. നമ്മൾ പേ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഈ കൗണ്ടറിലാണ് നമ്മൾ പേ ചെയ്യുന്നത്. കണ്ടില്ലേ, നമ്മൾ ഡ്രസ്സ് എടുത്തു കഴിഞ്ഞാൽ ഇത് കൊള്ളാം. ഇത് കണ്ടോ, ജപ്പാൻ ടെക്നോളജിയുടെ ഒരു ഇതാണ്. ജപ്പാൻ ടെക്നോളജിയുടെ ബേസ് ലെയർ, ലൈറ്റ് ആൻഡ് തിൻ യെറ്റ് വാം ഇനഫ് ടു വിയർ ഫ്രം ചില്ലി ഓട്ടം ടു കോൾഡ് വിന്റർ വെതർ. കണ്ടോ, ടീഷർട്ട്, ഹാറ്റക് കോട്ടൺ ലോങ് സ്ലീവ്. Uniqlo. Our goal is to create highly perfected clothes designed for life's needs. അതാണ് അവരുടെ ഗോൾ, മിഷൻ. കണ്ടോ, ഓരോ ഡ്രസ്സുകളും നമുക്ക് കാണാം. വളരെ ചീപ്പ് റേറ്റ് ആണ് കേട്ടോ. മറ്റ് കടകളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ചീപ്പ് റേറ്റ് ആണ്. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞു കേട്ടോ. ഞാൻ നമ്മുടെ നാട്ടിലൊക്കെ പല ഷോപ്പിലും കയറുമ്പം നമ്മുടെ ഇന്ത്യൻ മെയ്ഡ് ഡ്രസ്സുകളാണ് കൂടുതലും നല്ല കോട്ടനൊക്കെ കിട്ടുന്നത്. പക്ഷേ ഞാൻ 2023 തോന്നുന്നു അവിടെ നാട്ടിൽ വന്ന സമയത്ത് ഞാൻ പല കടയിലും കയറിയപ്പം ആ ക്വാളിറ്റി എല്ലാം അങ്ങ് മാറി. എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ പല
വലിയ ഷോപ്പിലൊക്കെ ഡ്രസ്സിൻ്റെ ഇതിനകത്ത് കയറിയപ്പോൾ പോലും ഡ്രസ്സിൻ്റെ മെറ്റീരിയൽ ഒക്കെ ഒത്തിരി ഡിഫറൻസ് എനിക്ക് തോന്നുന്നു. ഇത് പഫി ജാക്കറ്റാണ്, തണുപ്പിനൊക്കെ ഇടുന്ന സാധനം. ഇവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങളെ ഇതോടെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചത്. കണ്ടല്ലേ, ഗ്ലോബൽ ബ്രാൻഡ് അംബാസിഡർ യൂണിക്ലോവിൻ്റെ ഉണ്ടാക്കി വായിച്ചു നോക്കിയുള്ളൂ. കണ്ടില്ല, യൂണിക്ലോ ഷൈനി ടെക്നിക്, സിഗ്നേച്ചർ ടെക്നിക്. ബ്രാൻഡ് അംബാസിഡർ. അപ്പം നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്നത്, കൂടുതലും കസ്റ്റമർ വരുന്നത് ചൈനക്കാരാണ് കേട്ടോ. അപ്പം അത് ഞാൻ പതുക്കെ പറയുന്നത്, ഇവിടെ ആൾക്കാരുണ്ടല്ലോ നമുക്ക്, അപ്പോൾ അവർ നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ, പ്രത്യേകിച്ച് ഇവിടെ മലയാളം സംസാരിക്കുന്നത്, ഇപ്പം നമ്മൾ ജോലി ചെയ്യുന്നിടത്താണെങ്കിലും ബാക്കിയുള്ള പുറത്ത് നമ്മുടെ വീട്ടിലൊഴികെ ബാക്കി പുറത്തൊക്കെ എവിടെയെങ്കിലും നമ്മൾ മലയാളം സംസാരിക്കുന്നത്, അവർ വിചാരിക്കും അവരെക്കുറിച്ച് എന്തെങ്കിലും കുറ്റം പറയുക. അതുകൊണ്ട് ഇംഗ്ലീഷ് ആയിരിക്കും. നമ്മൾ മലയാളികളുണ്ടെങ്കിൽ പോലും നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തും അങ്ങനെയൊക്കെയുള്ള പൊതുവായിട്ടുള്ള പബ്ലിക് ഏരിയയിലൊക്കെ നമ്മൾ ഇംഗ്ലീഷ് ആയിരിക്കും സംസാരിക്കുന്നത്. പിന്നെ നമുക്ക് നമ്മുടെ ഭാഷ സംസാരിക്കാനുള്ള അനുവാദവും നമ്മുടെ ഫ്രീഡവും ഇവിടെ ഉണ്ട്, ഇവിടുത്തെ നിയമത്തിനനുസരിച്ച്. ഓക്കെ, അപ്പം നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഓക്കെ, ബൈ. അപ്പം നമ്മൾ ഈ കടയിൽ നിന്ന് നമ്മൾ ഇവിടെ വാങ്ങുകയാണ്. ഇനിയിപ്പോൾ അടുത്ത ഷോപ്പിലേക്ക് പോകാം. ഓക്കെ, ഇത് താഴത്തെ സെക്ഷനാണ്, ഞാൻ പറഞ്ഞില്ലേ. ഇവിടെ മൊത്തം ലേഡീസിൻ്റെ ഐറ്റംസ് ആണ് കൊടുക്കുന്നത്. മൊത്തം ലേഡീസിൻ്റെ ഐറ്റംസ് കണ്ടില്ലേ. ഇനിയും ബാക്കിയുള്ള കാഴ്ചകൾ വേണം. ഓക്കെ, We're going down. Sorry about that. അങ്ങനെ ലെഗോലാൻഡിന്റെ ഏതോ ഒരു ഏരിയയിൽ വന്നു. ലെഗോലാൻഡ് ആണോ എന്ന് അറിയത്തില്ല. ഇനിയിപ്പം ലെഗോലാൻഡ് കാണാം. ഓക്കെ, ഓക്കെ. ഇനിയിപ്പം ചാർട്ട്സൺ ഷോപ്പിംഗ് സെന്ററിനെ കുറിച്ച് 2 വാക്ക് ഞാൻ പറയാം. ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സെന്ററും പ്രാദേശികവും അന്തർദേശീയവുമായ സന്ദർശകർക്കായി ലോക പ്രശസ്ത ഫാഷൻ വിനോദ കേന്ദ്രമാണ് ഇത്. വിൽപ്പനയുടെ അടിസ്ഥാനത്തിൽ ചാർട്ട്സണിലെ ലോകത്തിലെ 4ാമത്തെ ഷോപ്പിംഗ് സെന്ററാണ് ഇത്, ഈ ചാർട്ട്സൺ ഷോപ്പിംഗ് സെന്റർ. ചാർട്ട്സ്റ്റൺ എന്ന് പറഞ്ഞ മെൽബണിലെ CBDയിൽ നിന്ന് ഉള്ളിലോട്ടുള്ള ഒരു സ്ഥലമാണ് ചാർട്ട്സ്റ്റൺ. ഈ ഷോപ്പിങ്ങിന്റെ കുടിയേറ്റം ഈ ചാർട്ട്സ്റ്റൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വന്നത്. ഏകദേശം $6 മില്യൺ ചെലവിൽ നിർമ്മിച്ച ഇത് 1960-ലാണ് വിക്ടോറിയൻ പ്രീമിയർ ഹെൻറി ബോൾട്ട് എന്ന് പറഞ്ഞ വ്യക്തി ഔദ്യോഗികമായി തുറന്നത്.
അപ്പം ഇതാണ് ലെഗോലാൻഡ്. ഇവിടെ ഞാൻ കയറുന്നില്ല, ഇത് കാണാമെന്ന് തോന്നുന്നു. ഉണ്ടല്ലേ ലെഗോലാൻഡ്. ഇപ്പം ലെഗോ റൈഡ്സ്, സോഫ്റ്റ് പ്ലേസ്, 4D സിനിമ, അങ്ങനെയുള്ള കുറേ ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു എന്റർടൈൻമെന്റ് ഏരിയ ആണ് ഇവിടെ. ഇത് ഇന്റർനാഷണൽ ബേസ്ഡ് തന്നെ ഒരു നല്ലതായിട്ട് അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് ഈ ലെഗോലാൻഡ്. ഈ ഒരു പ്ലേ ഏരിയ. നമ്മുടെ കഴിഞ്ഞിടയ്ക്ക് ഡൽഹിയിൽ നിന്ന് ഒരാളെ ഞാൻ മീറ്റ് ചെയ്തത്. അപ്പൊ അവര് ഇവിടെ ഇതിനു വേണ്ടിയിട്ട് മാത്രം ട്രാവൽ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പം എനിക്ക് അത് അതിശയമായിട്ടാണ് തോന്നിയത്. കാരണം ഇതൊക്കെ വന്ന് അവിടുന്ന് ഇവിടെ വരെ വന്ന് ഇത് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഡിസ്നി ലാൻഡ് പോലത്തെയുള്ള, ഡിസ്നി ലാൻഡിനെ കമ്പയർ ചെയ്യല്ല, ഇതിനകത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് കരുതുന്നത്. ഞാനിങ്ങനെ വെബ്സൈറ്റൊക്കെ കണ്ടവരെ ടിക്കറ്റ് എങ്ങാണ്ട് $36 സ്റ്റാർട്ടിങ്, $36 സ്റ്റാർട്ടിങ്. പിന്നെ പാസ്സൊക്കെ എടുക്കുവാണെങ്കിൽ അതിന് ഒത്തിരി ഡിഫറൻസ് ഒക്കെ. അപ്പം ഞാൻ അകത്ത് കയറുന്നില്ല. അതിനകത്ത് നമുക്ക് വീഡിയോ അലൗഡ് ആണോന്ന് പോലും എനിക്കറിയത്തില്ല. പുറമെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ പറയുന്നത്. അപ്പം നിങ്ങൾ കൂടുതൽ ഇതിന്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. അപ്പം എനിവേ ലെഗോലാൻഡിൽ നിന്ന് ഞാൻ പതുക്കെ പിൻവാങ്ങുകയാണ്. ഇനി ബാക്കിയുള്ള കാഴ്ചകളായിട്ട് ഓക്കെ. ഓക്കെ, ഞാൻ ഇച്ചിരി മുമ്പ് പറഞ്ഞില്ലേ ഇവിടെ ഹോട്ടീസ് എന്ന് പറഞ്ഞൊരു തിയേറ്റർ കാണിച്ചിട്ട്. ഇവിടെ ഹോട്ടീസ് എന്ന് പറഞ്ഞ തിയേറ്ററിൽ ഞാൻ കയറത്തില്ല. ഞാനും നമ്മുടെ സാധാരണ മൂവീസ് ഒക്കെ കാണാൻ പോകുന്നത് വില്ലേജ് സിനിമ, പിന്നെ ഐമാക്സ് അങ്ങനെയൊക്കെയുള്ള മൂവീസിലാണ് പോകുന്നത്. വില്ലേജ് സിനിമ വിമാക്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതുണ്ട്, നല്ലൊരു തിയേറ്ററാണ്. ഒരു ഓസ്ട്രേലിയയിലെ ഒരു നല്ല ബിഗ് തിയേറ്ററാണ്. ഹോട്ടീസിലൊന്നും ഞാൻ കയറിയിട്ടേ ഇല്ല. ഇതൊരു ഹോട്ടീസിന്റെ വേറൊരു തിയേറ്ററാണ്. കണ്ടില്ലേ? നമുക്ക് അവിടോട്ടൊന്ന് കയറിയിട്ട് ഇപ്പം ന്യൂ മൂവീസ് ഏതൊക്കെയാണെന്ന് നോക്കാൻ പറ്റും. ഒന്ന് നോക്കിയിട്ട് വരാം. ഇത് കണ്ടില്ലേ, ഇതിപ്പം ടിക്കറ്റ് നമുക്ക് ഓൺലൈനിൽ നമുക്കിവിടെ വന്നിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് എടുക്കാൻ പറ്റും. കണ്ടില്ലേ, ജോയിൻ റിവാർഡ്സ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ടിക്കറ്റ് ഇടുവാണെങ്കിൽ കണ്ടിന്യൂസ് ആയി ബെസ്റ്റ്. ഓക്കെ, അതിലിപ്പോൾ കിടക്കുന്ന മൂവീസാണോ ഇഷ്ടമുള്ള മൂവീസ് നമുക്ക്. ഇതിപ്പം പഞ്ചാബ് എല്ലാ മൂവീസും ഉണ്ട് കേട്ടോ. ഓക്കെ, ഇനിവേ അപ്പൊ ഇതാണ് കണ്ടില്ലേ, ഹോട്ടീസ് ലക്ഷറിയസ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോവാം. വേണമെന്നുണ്ടല്ലോ, ഇതൊരു വലിയൊരു ലിസ്റ്റ് തന്നെയാണ് പടത്തിന്റെ, ഏതൊക്കെ പടങ്ങളാണ് ഹോട്ടീസിലുള്ളതെന്നുള്ളത്. ഈ വീഡിയോയുടെ കൂടെ എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇതെൻ്റെ ഞാൻ ഫേസ് കാട്ടിയിട്ടുള്ള എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പം ഒത്തിരി പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ക്ഷമിക്കുക. ഞാൻ സാധാരണ ക്യാമറയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒത്തിരി വന്നിട്ടില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തെറ്റുകളും കാര്യങ്ങളും ഒക്കെ, ഇങ്ങനെയുള്ള വ്ളോഗൊന്നും ഞാൻ ആദ്യമായിട്ട് തന്നെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെയാണല്ലോ ഓരോന്ന് എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത്. അപ്പം നിങ്ങൾ അതിൻ്റേതായിട്ടുള്ള കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ഷമിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ, നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം താഴെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഓരോ വീഡിയോ ചെയ്ത് ഓരോ കാര്യങ്ങൾ മുന്നോട്ട് അറിവ് കിട്ടുന്നതിനനുസരിച്ച് ഞാനത് തീർച്ചയായിട്ടും ഡെവലപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇതെനിക്ക് തോന്നുന്നു കുറേ റെസ്റ്റോറൻറ്റ്സ് ഒക്കെയാണെന്ന് തോന്നുന്നു. കണ്ടില്ലേ, ഇത് ചൈനയുടെ ഒരു റെസ്റ്റോറൻ്റ് ആണ്.
ഇതോടെ കാണിക്കാതെ എനിക്ക് ഒരു രക്ഷയില്ല. ഇത് കണ്ടോ, ഇതിനകത്തുള്ള ഗെയിം ഏരിയയിൽ അകത്തുള്ളതാണേ. ട്രെയിൻ കണ്ടോ, ട്രെയിൻ ഏരിയയിലെ അകത്ത് കണ്ടോ പ്ലാറ്റ്ഫോമും ഇത് ട്രെയിൻ പോലെ കണ്ടോ ചെയ്തു വെച്ചിരിക്കുന്ന കണ്ടോ, സൂപ്പർ. ഇത് സ്റ്റേഷൻ അല്ല, പക്ഷേ ഇത് ഇതിനകത്തുള്ളത് കണ്ടോ. ചെക്ക് ഇൻ ലൈൻ ഹിയർ, പ്ലാൻ യുവർ ജേർണി. വാവ്, അത് കൊള്ളാം. സ്റ്റേഷൻ പോലെ ഉണ്ടോ ഇത് ചെയ്തു വെച്ചിരിക്കുന്നുണ്ടോ. ഇത് ട്രെയിൻ ഇവിടെ വന്നിങ്ങനെ കിടക്കുന്നത്. സൂപ്പർ, ഇത് കൊള്ളാം. ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കണ്ടോ, ഇതിനകത്തോട്ട് കയറുവാണെങ്കിൽ നമുക്ക് ഇത് അടുത്തത് ലിസ്റ്റാണ്. ഇത് ബൗളിംഗ് പ്ലാറ്റ്ഫോം കണ്ടോ ഇത് വെച്ചിരിക്കുന്നുണ്ട്. ട്രെയിനിന്റെ തീം വെച്ചിട്ടാണ് കണ്ടോ. ഇതിന്റെ മേളിലോ നമുക്കൊന്ന് കയറി നോക്കാം എന്താണെന്നുള്ളത്. പബ്ബാണ് കണ്ടോ. വാവ്, സൂപ്പർ. ഇവിടെ മൊത്തം പബ്ബ് കോക്ടെയിൽസ് ഒക്കെ കിട്ടുന്നത് കണ്ടോ. സൂപ്പർ, അടിപൊളി. ഹായ് ഗൈസ്, കണ്ടോ പബ്ബ്. ഇത് ബൗളിങ്ങിന്റെ ഏരിയയിലോട്ട് പോവാണ് കേട്ടോ. വാവ്, സൂപ്പർ സൂപ്പർ. See? അങ്ങനെ കഴിക്കാൻ പോവാണ്. ഞാൻ കഴിച്ചിട്ടില്ല. ഇതാണ് ഫുഡ് ഏരിയ ഞാൻ പറഞ്ഞത്, കണ്ടില്ലേ. നല്ല ആളുകളൊക്കെ നിൽക്കാനുണ്ട്. ഇത് മാഗ്ഡി ആണ്. ഒരു ഹാംഗ്രി ജാക്സ് ഉണ്ട്. ഹാംഗ്രി ജാക്സ് ചിലി ഇന്ത്യൻ ഫുഡ് കിട്ടുന്ന സ്ഥലമുണ്ടോ. നാൻഡോസിൽ കയറി ചിക്കനും ചിപ്സും ഓർഡർ ചെയ്തു. അപ്പം അത് കഴിക്കാൻ പോവാം. ഓക്കെ, ഇപ്പൊ കഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ. ഓക്കെ, ഇത് ബാത്ത് ആൻഡ് ബോഡി വർക്ക്സ് ആണോ, ബോഡി ഷോപ്പ്. എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടുന്നുണ്ട്. ഇത് സ്മിഗിൾസിന്റെ കുഞ്ഞു പിള്ളേർക്കുള്ള ബാഗ്സ്, ചോയ്സ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സ്കൂളിൽ എല്ലാ ഐറ്റംസും കിട്ടുന്ന സ്ഥലമാണ്.
അങ്ങനെ ഈ വീഡിയോ ഞാൻ നിർത്തുകയാണ്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ കണ്ട ചെറിയ ചെറിയ കാഴ്ചകൾക്കൊക്കെ നിങ്ങൾ കമൻ്റ് എഴുതുക. എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പം ഞാൻ പറഞ്ഞല്ലോ, തെറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇതെൻ്റെ ആദ്യത്തെ ക്യാമറയുടെ മുന്നിൽ നിന്നുള്ള ആദ്യത്തെ വീഡിയോ ആണ്. അതായത് ട്രാവൽ ഷോപ്പിംഗ് ഇങ്ങനെയുള്ള ട്രാവൽ വീഡിയോസൊക്കെ ചെയ്യുന്നതിൻ്റെ ആദ്യത്തെ എൻ്റെ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തെറ്റുകളും കുറവുകളും ഒക്കെ ഈ വീഡിയോയിൽ കാണും. അത് ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ ഇനിയും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.